നമസ്കാരം. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിന്റെ സ്ഥാപകനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിന്യൂവബിൾ എനർജിയെ പറ്റിയിട്ടാണ്. സോളാർ പവറിനെ പറ്റിയിട്ടാണ്. ഒരു സോളാർ പ്രോജക്റ്റാണ് മനസ്സിലുള്ള ആശയം. അപ്പോൾ നമുക്കിപ്പം കരുനാഗപ്പള്ളി എടുക്കാം. കരുനാഗപ്പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു തീരദേശ സ്ഥലമാണ്, അതായത് ബീച്ച് സൈഡുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഴീക്കൽ, ആലപ്പാട് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ തീരദേശത്താണ്. അപ്പോൾ നമ്മുടെ ഒരു മുഴുവൻ പഞ്ചായത്ത്, കരുനാഗപ്പള്ളി താലൂക്കിൽ ഒരു മുഴുവൻ പഞ്ചായത്തായിട്ടുള്ള ആലപ്പാട് പഞ്ചായത്ത് നിൽക്കുന്നത് തീരദേശത്താണ്. തീരദേശം എന്ന് പറയുമ്പോൾ നല്ല വെയിലുണ്ട്, സൂര്യൻ്റെ പ്രകാശം ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലമാണ്, മരങ്ങളും മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സോളാർ പാനലുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ആലപ്പാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ധാരാളം ഫിഷിംഗ് ബോട്ട്സ് ഉണ്ട്, ഇവിടെ ധാരാളം കടലിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട പല എനർജി നീഡ്സ് ഉണ്ട്. അതായത് അവർക്ക് ഈ ബോട്ടുകളിൽ ഐസ് പാക്ക് ഉണ്ടാവാം, കൂളേഴ്സ് ഉണ്ടാവാം, പിന്നെ മൊബൈൽ ചാർജിങ് യൂണിറ്റ്സ് ഉണ്ടാവാം. അവർക്ക് തന്നെ എനർജി നീഡ്സ് ഉണ്ട്. ഇപ്പം പലതും നമുക്ക് DC ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റ് കറണ്ട് എടുക്കുകയാണെങ്കിൽ, അതൊരു ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബോട്ട്സിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ബോട്ടിൽ വെളിച്ചം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. മാത്രമല്ല, ഇപ്പോൾ എല്ലാ ബോട്ട്സും കൂടുതലും ഡീസൽ ബോട്ട്സ് ആണ്. ഇപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ കാറുകൾ ഹൈബ്രിഡ് വരുന്നുണ്ട്. അതായത് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ, അതിൻ്റെ കൂടെ തന്നെ ഒരു ബാറ്ററി പവേർഡ് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പം ചിലപ്പം 2 എഞ്ചിൻ ഉണ്ടാവാം വണ്ടികളിൽ. ഇന്നത്തെ കുറച്ച് വണ്ടികളിൽ അത് കാണുന്നുണ്ട്. അപ്പം കൂടുതലും അവർ ഡീസൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു സമയത്ത് അവർ സ്വിച്ച് ഓവർ ചെയ്യും ടുവേർഡ്സ് ബാറ്ററി പവേർഡ്സ്. അപ്പോൾ ഈ ബാറ്ററി പവേർഡ് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പവർ ഡയറക്റ്റ് കറണ്ട് ആണ്. അപ്പോൾ അത് നമുക്ക് സോളാർ ഉപയോഗിച്ച് ടാപ്പ് ചെയ്യാം. സോളാർ സെൽസിൽ നിന്നും കിട്ടുന്ന പവർ നമുക്ക് പിന്നീട് ബാറ്ററിയിലോട്ട് നമുക്ക് ചാർജ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ അത് നമുക്ക് 2 കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് എന്താണ്, ബോട്ടുകളിൽ അഥവാ നിങ്ങൾ ബാറ്ററി ഉപയോഗിച്ച് ഒരു ഓൾട്ടർനേറ്റീവ് എഞ്ചിൻ വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സോളാർ പവർ, അല്ലെങ്കിൽ ബോട്ടുകളിൽ തന്നെ നിങ്ങളുടെ ലൈറ്റിംഗ്, നിങ്ങളുടെ ഐസ് കൂളർ, ഐസ് പ്ലാന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മത്സ്യം വെക്കാനുള്ള കൂളിംഗ് യൂണിറ്റ്, അതൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. ആ ബാറ്ററിക്കുള്ള പവർ സോളാറിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ്. ഇപ്പോൾ ഹാർബർ ഉണ്ട്, ഉദാഹരണത്തിന് ഇവിടെ അഴീക്കൽ എന്ന് പറയുന്നൊരു ഹാർബർ ഉണ്ട്. ആ ഹാർബറിൽ കുറേ സ്ഥലമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആണെങ്കിലും, അല്ലെങ്കിൽ തന്നെ ബീച്ച്, അഴീക്കൽ ബീച്ച് ഉണ്ട്, അവിടെയും കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10-15 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സോളാർ പാനലുകൾ വയ്ക്കാം. സോളാർ പാനലിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിനകത്ത് ബാറ്ററി യൂണിറ്റ്സ് വെക്കാം. അപ്പോൾ ആ സോളാർ പാനൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തു നിന്ന് അത് ബാറ്ററിയിലേക്ക് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ഈ ബാറ്ററി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബാറ്ററിയിൽ നിങ്ങൾക്ക് പവർ ഉണ്ട്, DC പവർ സേവ് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററി പവർ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടുകളിലുള്ള ബാറ്ററി ഇതിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. കൂളർ യൂണിറ്റ്സ് ആക്കാം, പിന്നീട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് യൂണിറ്റ്സ് ആവാം. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ പവർ നിങ്ങൾക്ക് സൗജന്യമാണ്. അതായത് തുടക്കത്തിലുള്ള ബാറ്ററി വാങ്ങാനുള്ള കാശാവും, പക്ഷെ അല്ലെങ്കിൽ നിങ്ങളുടെ പവർ നിങ്ങൾക്ക് സൗജന്യമാണ്. ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് സൗജന്യമായി കിട്ടും. പെട്രോൾ, ഡീസൽ വില നിങ്ങൾ ഉപയോഗിക്കേണ്ട, ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ലാഭം കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശ്രമിച്ചു നോക്കുക. ആലപ്പാട് പഞ്ചായത്തിൽ ചിലപ്പോൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്കൊരു പൈലറ്റ് രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം ഇതിന് തന്നെ ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ കുറേ പദ്ധതികളുണ്ട്. അനേർട്ട് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. സോളാർ പവറിൻ്റെ കുറേ പദ്ധതികളുണ്ട്. അതിനിപ്പോൾ നിങ്ങൾക്ക് സ്ഥലത്തുള്ള KECB ആയിട്ട് സംസാരിക്കാവുന്നതാണ്.
അവർക്ക് സോളാർ പാനൽസ് വെക്കുന്നതിനും അതുപോലെ ഇത് കമ്മ്യൂണിറ്റി പ്രോജക്റ്റൊക്കെ വെക്കുന്നതിനുള്ള സബ്സിഡികളുണ്ട്. ആ സബ്സിഡികൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവിടുത്തെ വാർഡ് മെമ്പർമാർക്കും ഇതിനെപ്പറ്റി സംസാരിക്കാവുന്നതാണ്. ആലപ്പാട് പഞ്ചായത്തിൽ ബോട്ടിംഗ് യൂണിറ്റ്സിന് വേണ്ടിയിട്ട് അഴീക്കൽ ബീച്ച് ഉപയോഗിക്കുക, അവിടെ സോളാർ പാനൽസും പിന്നെ അതിൽ നിന്ന് വരുന്ന എനർജി സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററി യൂണിറ്റ്സിനുമുള്ള സാഹചര്യം ഉണ്ടാക്കുക. നല്ല എൻജിനീയേഴ്സിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക. സോളാർ കമ്പനികളുണ്ട്. നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെ അനേകം സോളാർ യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എൻജിനീയേഴ്സ് ഉണ്ട്. അവരോട് സംസാരിക്കുക. നല്ല ആശയമാണ്, നിങ്ങൾക്കിത് ഉപയോഗിക്കാം, ലാഭമാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉപയോഗം കുറയ്ക്കാം, കുറച്ച് ലാഭം ഉണ്ടാവും. ശ്രമിക്കുക. ഇതൊരാശയം മാത്രമാണ്. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ്. താങ്ക് യു വെരി മച്ച്.